അയലൂർ കൽച്ചാടിപ്പുഴയും പരിസരവും ശുചിയാക്കി പഞ്ചായത്ത്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം മൂന്നാംഘട്ടം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുഴയും പരിസരവും ശുചീകരിച്ചത്. ജനുവരി 30 മുൻപ് പഞ്ചായത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളും വീണ്ടെടുക്കുന്ന പ്രവൃത്തിക്കാണ് കൽച്ചാടിപ്പുഴ ശുചീകരണത്തിലൂടെ തുടക്കമിട്ടത്. അയലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് ശുചീകരണ പ്രവർത്തനം നടത്തി. കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വിവിധ ക്ലബ്ബ് അംഗങ്ങൾ, വായനശാലകൾ, പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ NSS, NCC വോളണ്ടിയർമാർ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് മൂലമുണ്ടാവുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും അത് മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധവൽക്കരണവും നടത്തി. വരും ദിവസങ്ങളിൽ മാലിന്യമുക്ത പഞ്ചായത്തായി അയലൂരിനെ മാറ്റുന്നതിനും ഹരിതകർമ്മസേന യൂസർ ഫീ 100% വേണ്ടിയുള്ള സത്യപ്രതിജ്ഞയും നടത്തി. അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ തുടങ്ങി കുടിക്കുന്ന വെള്ളം വരെ എല്ലാത്തിനും ഇന്ന് മാലിന്യമാണ്. ഇനി വരാൻ പോകുന്ന ഇതിലും വലിയ ദുരന്തങ്ങൾ, ഒട്ടേറെ ദുരന്തങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് നവകേരളം എന്നുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ ഈ കേരളത്തെയും മാലിന്യമില്ലാത്ത ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം കണക്കിൽ കൊണ്ടാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 വർഷം മുന്നേ വരെയൊന്നും ഉരുളുപൊട്ടലും വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ വീട്ടിനുള്ളിലേക്കാണ് വെള്ളം കയറുന്നത്, അല്ലേ? എന്താ കാരണം? വെള്ളം ഒഴുകിപ്പോകുന്ന വഴി അതിൻ്റെ പാട്ടിൽ വിട്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതിന് പോകാൻ വഴിയില്ലാണ്ടാകുമ്പോഴാണ് അതിൻ്റെ വഴി വിട്ട് നമ്മുടെ വഴിയിലോട്ടേക്ക് അത് കയറി വരുന്നത്. അതുപോലെ തന്നെയാണ് ഉരുളുപൊട്ടലിൻ്റെയും. ഇന്ന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവായി മാറിക്കഴിഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ഒരു 10 രൂപയുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി പാക്കറ്റ് മുതൽ എല്ലാ സാധനങ്ങളിലും പ്ലാസ്റ്റിക് തന്നെയാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് പറ്റില്ല. വൈസ് പ്രസിഡന്റ് റെജീന ചാന്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മവിത വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നവകേരള മിഷൻ കോർഡിനേറ്റർ പ്രേംദാസ് പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർമാരായ വത്സല ശിവദാസൻ, ഉമാദേവി, ദേവദാസ്, മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. AE ആദിത്യൻ നന്ദി അറിയിച്ചു.